ഹായ് ഓൾ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സെക്കൻഡ് സെമ്മിലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന പേപ്പറിലെ ബ്ലോക്ക് 2 യൂണിറ്റ് 1 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറാണ് ഷെയർ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകാം. ചാപ്റ്ററിൻ്റെ പേര് വെബ്സൈറ്റ് പ്ലാനിംഗ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ വെബ്സൈറ്റ്? ഒരു വെബ്സൈറ്റ് എന്നത് ഇൻ്റർനെറ്റിലൊരു ഡിജിറ്റൽ സ്ഥലമാണ്. അതിൽ വ്യക്തിയോ സ്ഥാപനമോ വിവരം പങ്കിടുന്നു. ഉദാഹരണം google.com, youtube.com. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് വെബ്സൈറ്റ്? വെബ്സൈറ്റ് രണ്ട് തരമാണ്, സ്റ്റാറ്റിക് വെബ്സൈറ്റ്, ഡൈനാമിക് വെബ്സൈറ്റ്. എന്താണ് സ്റ്റാറ്റിക് വെബ്സൈറ്റ്? ഉള്ളടക്കം സ്ഥിരമാണ്, HTML, CSS ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഡൈനാമിക് വെബ്സൈറ്റ് ഉള്ളടക്കം ഉപയോക്താവിനനുസരിച്ച് മാറും, PHP, പൈത്തൺ മുതലായ ഭാഷകൾ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, give two examples of static and dynamic websites. Static website examples: portfolio site, small bakery sites. Dynamic website examples: Amazon, Facebook, Instagram. Next question, what are the advantages of static websites? വികസിപ്പിക്കാൻ ലളിതം, ചിലവ് കുറവ്, വേഗത്തിൽ ലോഡ് ചെയ്യപ്പെടും. വാട്ട് ആർ ദ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാറ്റിക് വെബ്സൈറ്റ്സ്? അതിൽ മാറ്റങ്ങൾ വരുത്താൻ പ്രയാസമാണ്, ലോഗിൻ, ഡാറ്റാബേസ് പോലുള്ള ഇൻ്ററാക്ഷൻ ഇല്ല, റെഗുലർ അപ്ഡേറ്റ്സ് ചെയ്യാൻ സുഖമല്ല. സിമ്പിളായ രീതിയിലാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. വലിയ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടല്ല ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഡൈനാമിക് വെബ്സൈറ്റ്സ്? കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉപയോഗിച്ച് എളുപ്പത്തിൽ അപ്ഡേറ്റ് ചെയ്യാം, യൂസർ ഇൻറ്ററാക്ഷൻ കൂടുതലാണ്, ലാർജ് ഡാറ്റ ഹാൻഡിൽ ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നൈം എനി 5 ടൈപ്സ് ഓഫ് വെബ്സൈറ്റ്സ് ബേസ്ഡ് ഓൺ പർപ്പസ്. വ്യക്തിഗത വെബ്സൈറ്റ്, ബ്ലോഗ് വെബ്സൈറ്റ്, ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്, സോഷ്യൽ മീഡിയ വെബ്സൈറ്റ്, സർക്കാർ വെബ്സൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് വെബ്സൈറ്റ് ലേഔട്ട്? വെബ്സൈറ്റ് ലേഔട്ട് എന്ന് പറയുന്നത് വെബ് പേജിലെ എല്ലാ ഘടകങ്ങളുടെയും ക്രമീകരണമാണ്, അതിനാൽ ഉപയോഗിക്കാൻ എളുപ്പവും ആകർഷകവുമാണ്. രണ്ട് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ കമ്പോണൻറ്റ്സ് ഓഫ് ഗുഡ് വെബ് ഡിസൈൻ? ലേഔട്ട്, നാവിഗേഷൻ, ടൈപ്പോഗ്രഫി, ഇമേജസ്, വിഷ്വൽ എലമെൻറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ സം ടെക്നിക്സ് ടു ഇംപ്രൂവ് വെബ്സൈറ്റ് ലോഡിംഗ് സ്പീഡ്? ഇമേജസ് ഒപ്റ്റിമൈസ് ചെയ്യുക, ക്യാഷിംഗ് പ്രയോഗിക്കുക, CSS, GS എന്നിവ മിനിമൈസ് ചെയ്യുക, CDN ഉപയോഗിക്കുക, GZIP കംപ്രഷൻ പ്രയോഗിക്കുക. വാട്ട് ഈസ് നാവിഗേഷൻ ഇൻ എ വെബ്സൈറ്റ്? നാവിഗേഷൻ എന്നത് ഉപയോക്താവിന് വെബ്സൈറ്റിൽ എളുപ്പത്തിൽ വിവരം കണ്ടെത്താൻ സഹായിക്കുന്ന ലിങ്കുകൾ, മെനുകൾ, ബട്ടണുകൾ എന്നിവയെയാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, give any 4 common navigation links found on business website: home, about us, products or services, contact us. What is the role of navigation in user experience? നാവിഗേഷൻ ഉപയോഗിച്ചാണ് ഉപഭോക്താവ് സൈറ്റിൽ വിവരങ്ങൾ കണ്ടെത്തുന്നത്. അതിനാൽ നല്ല നാവിഗേഷൻ ഉപയോക്തൃ അനുഭവം മെച്ചപ്പെടുത്തുന്നു, സന്ദർശകരെ കൂടുതൽ സമയം നിലനിർത്തുന്നു. 14ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ടൈപ്പോഗ്രാഫി ഇൻ വെബ് ഡിസൈൻ? ടൈപ്പോഗ്രാഫി എന്നത് വെബ്സൈറ്റിലെ എഴുത്തിൻ്റെ രൂപകൽപ്പനയാണ് സൂചിപ്പിക്കുന്നത്, ഫ്രണ്ട്, സ്പേസിംഗ്, സ്റ്റൈൽ മുതലായവ. വൈ ഈസ് ടൈപ്പോഗ്രഫി ഇമ്പോർട്ടൻറ്റ്? വായനാക്ഷമത മെച്ചപ്പെടുത്തുന്നു, സൈറ്റിൻ്റെ രൂപകൽപ്പന ആകർഷകമാകും, ഉപഭോക്താവിൻ്റെ ശ്രദ്ധ പിടിച്ചുവയ്ക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഇമേജസ് ഇൻ വെബ്സൈറ്റ്? ചിത്രങ്ങൾ സന്ദേശം ദൃശ്യമായി എളുപ്പത്തിൽ അറിയിക്കാൻ സഹായിക്കുന്നു, ഉയർന്ന നിലവാരമുള്ള ചിത്രങ്ങൾ വെബ്സൈറ്റിന് പ്രൊഫഷണൽ ലുക്കും ആകർഷകത്വവും നൽകുന്നു. വാട്ട് ആർ വിഷ്വൽ എലമെൻറ്റ്സ് ഇൻ വെബ് ഡിസൈൻ? വിഷ്വൽ എലമെൻറ്റ്സ് ഇൻക്ലൂഡ്സ് ലൈൻസ്, ഷേപ്സ്, ഐക്കൺസ്, സ്പേസിംഗ്, കളേഴ്സ്, ടെക്സ്ചേഴ്സ്. ഇവ ഉപയോഗിച്ച് സൈറ്റ് കൂടുതൽ ആകർഷകവും പ്രവർത്തനപരവുമാക്കുന്നു. വാട്ട് ആർ 5 ടെക്നിക്സ് ടു ഇംപ്രൂവ് വെബ്സൈറ്റ് സ്പീഡ്? ഇമേജസ് കോംപ്രസ് ചെയ്യുക, ബ്രൗസർ കാഷിംഗ് എനാബിൾ ചെയ്യുക, CSS or GS or HTML മിനിമൈസ് ചെയ്യുക, CDN ഉപയോഗിക്കുക, GZIP
കോംപ്രഷൻ ഉപയോഗിക്കുക. വാട്ട് ഈസ് എ CDN? CDN എന്ന് പറയുന്നത് കണ്ടൻറ് ഡെലിവറി നെറ്റ്വർക്ക്. ഒരു സാങ്കേതിക സംവിധാനമാണ് CDN. ഇത് ലോകമെമ്പാടുമുള്ള സെർവറുകൾ ഉപയോഗിച്ച് സൈറ്റിൻ്റെ ഡാറ്റ അടിയന്തരമായി ഉപഭോക്താവിന് നൽകുന്നു. വാട്ട് ഈസ് വെബ് കാഷിംഗ്? കാഷിംഗ് ഉപഭോക്താവിൻ്റെ ബ്രൗസറിൽ സൈറ്റിൻ്റെ ചില ഭാഗങ്ങൾ സംഭരിക്കുന്ന രീതിയാണ്. അങ്ങനെ പിന്നീട് വീണ്ടും ആക്സസ് ചെയ്യുമ്പോൾ സൈറ്റ് വേഗത്തിൽ ലോഡ് ചെയ്യപ്പെടും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറാണ് ഞാൻ ഷെയർ ചെയ്തത്. നെക്സ്റ്റ് essay ക്വസ്റ്റ്യൻ ആൻസറുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.